എല്ലാവർക്കും നമസ്കാരം. നല്ല പ്ലാനിംഗ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കാം, ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കാം എന്ന് നമ്മളെല്ലാവർക്കും അറിയാം. ജപ്പാനിലെ ഒരു കാക്കയെ ശ്രദ്ധിച്ച ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജപ്പാനിലെ മനുഷ്യരെ പോലെ തന്നെ ജപ്പാനിലെ കാക്കകളും ബുദ്ധിശാലികളാണോ, പെർഫെക്ഷനിസ്റ്റാണോ, പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ചെയ്യുന്നവരാണോ എന്ന് അദ്ദേഹം ഒരു പഠനം നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടെത്തിയതാണ് ഈ കഥ. നമുക്ക് ഈ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒരു കാക്കയെ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ജപ്പാനിലെ ഈ കാക്കയുടെ ഇഷ്ടഭക്ഷണം വാൽനട്ട് ആണ്. ഈ വാൽനട്ടിൻ്റെ പുറന്തോട് വളരെയധികം കട്ടിയുള്ളതാണ്. അത് ഈ കാക്കയ്ക്ക് കൊത്തിപ്പൊട്ടിക്കുവാൻ സാധ്യമല്ല. കാക്ക അതിനെക്കുറിച്ച് കൂടുതൽ ഒരുപക്ഷെ ചിന്തിച്ചത് കൊണ്ടാണോ, അതല്ലെങ്കിൽ അതിൻ്റെ ജീവിതം എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണോ അതിനൊരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ എന്നാലോചിക്കുന്നു. അതിനായി ആ കാക്ക തിരഞ്ഞെടുത്തത് റോഡിലൂടെ ഇഷ്ടംപോലെ കാറുകൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലത്ത് ഈ വാൽനട്ട് മുഴുവനായി കൊണ്ടിടുകയും വണ്ടികൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ വണ്ടികളുടെ ടയറിനടിയിൽപ്പെട്ട് ഈ വാൽനട്ട് പൊട്ടുന്നതും അതിനുശേഷം ഈ കാക്ക ചെന്ന് ആ പൊട്ടിയ വാൽനട്ടിനകത്തു നിന്നും പ്രോട്ടീൻ, വിറ്റമിൻസ് എല്ലാം അടങ്ങിയ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടഭക്ഷണം ചെറിയ ചെറിയ കഷ്ണങ്ങളായി കൊത്തിത്തിന്നുന്നതും ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം. പക്ഷേ ഒരു കാർ വരുന്നു, പൊട്ടിക്കുന്നു. ഈ കാക്ക ഓടിച്ചെന്ന് അതിൽ നിന്നും ചെറിയ കഷ്ണങ്ങൾ കൊത്തി തിന്നാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത കാർ വരുന്നു, വീണ്ടും അടുത്ത കാർ വരുന്നു. നിമിഷങ്ങൾക്കകം ആ വാൽനട്ട് പൊടിയായി പോകുന്നു. ഈ കാക്കയ്ക്ക് അതിൽ നിന്നും കഴിക്കാനായി ഒന്നും കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കിയ കാക്ക ഈ പ്ലാൻ പിന്നീട് ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് കാക്ക വീണ്ടും തിരയുകയാണ്, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, എവിടെയാണ് ഞാനിതിനെ പൊട്ടിക്കേണ്ടത്. വീണ്ടും ആ കാക്കയുടെ എക്സ്പീരിയൻസും സൂക്ഷ്മമായ നിരീക്ഷണ പാഠവുമെല്ലാം അവിടെ വർക്കൗട്ട് ചെയ്യുന്നു. ആ കാക്ക പിന്നീട് ഉയരെ പറന്ന് അധികം ട്രാഫിക് ഇല്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ്. ആ കാക്കയുടെ കണ്ണിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് പിന്നീട് പെടുന്നത്. കാക്ക കണ്ടെത്തുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അവിടെ മുമ്പ് പറഞ്ഞ റോഡിലെ പോലെ ട്രാഫിക് ഇല്ല. പകരം ഇടയ്ക്കിടെ വാഹനങ്ങൾ വരുന്നു, ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങൾ, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനങ്ങൾ വരുന്നു. ഈ സ്ഥലം കണ്ടെത്തിയ കാക്ക വാൽനട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അതും ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഓരോ വർഷവും ഈ കാക്കയ്ക്ക് കിട്ടുന്ന വാൽനട്ടെല്ലാം ഈ കാക്ക ഒരു പ്രത്യേക സ്ഥലത്ത് കൂന കൂട്ടി വച്ചിരിക്കുന്നതായും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അതായത് ഈ കാക്കയ്ക്ക് ആവശ്യമായ ഭക്ഷണം കാക്ക ആൾറെഡി സീസണിൽ ശേഖരിച്ചു വയ്ക്കുകയും അത് ആ വർഷം മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നും കണ്ടെത്തപ്പെടുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിലെ ആ റോഡിൽ കാക്ക ഈ വാൽനട്ട് കൊണ്ടിടുന്നു. അവിടെ ഇടതടവില്ലാതെ വാഹനങ്ങൾ വരാത്തത് കൊണ്ട് ഇടയ്ക്ക് വരുന്ന 1-2 കാറുകളുടെ അടിയിൽപ്പെട്ട് ഈ വാൽനട്ട് നല്ലപോലെ ചതയുന്നു. അതിൽ നിന്നും ഈ കാക്ക ആവശ്യത്തിന് കൊത്തി തിന്നുന്നു. അതാണ് ഈ നിരീക്ഷകൻ കണ്ടെത്തിയത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന 2-3 പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടി വയ്ക്കുക, പിന്നീടത്തെ ഉപയോഗത്തിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുക. 2, കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കൃത്യമായ നിരീക്ഷണ പാഠവത്തിൻ്റെ സഹായത്തോടുകൂടി, കൃത്യമായ അറിവോടുകൂടി നമ്മളൊരു കാര്യത്തെ സമീപിച്ചാൽ തീർച്ചയായും ആ കാര്യത്തിൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതാണ് ഈ കാക്കയുടെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സുഹൃത്തുക്കളെ, ഈ കാക്കയിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജപ്പാനിലെ കാക്കയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിലും ഇന്ത്യയിലും കാക്കകൾ ബുദ്ധിശാലികൾ തന്നെയാണ്, നമ്മളും ബുദ്ധിശാലികൾ തന്നെയാണ്. നിരീക്ഷണ പാഠവുമുള്ളവരാണ്, അറിവുള്ളവരാണ്.
എന്തുകൊണ്ട് നമുക്ക് ഭംഗിയായി നിരീക്ഷണ പാടവത്തോടു കൂടി അറിവുകളെ ഒന്നാക്കി പ്ലാൻ ചെയ്ത് മുന്നേറിക്കൂടാ? നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.